ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇത്തറുന്ന ഇൻസ്റ്റാൽ തന്നെ റീലിട്ടുണ്ട് അതിന്റെ ഫുള്ള് വൈബില്. അപ്പോ എല്ലാവരും സപ്പോർട്ട് വേണോ. ഫുള്ളൊരു ചെറിയൊരു ട്രിപ്പ് ഇടാനുള്ള പ്ലാനിലല്ല ട്രിപ്പിൽ തന്നെ ഉള്ളത് അല്ലേ. ഇപ്പൊ സയാസ എന്ത് പറയാനുള്ള എനിക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി മുനബി എപ്പോഴും ഈ ഇൻസ്റ്റാൾ ഇട്ടിട്ട് എത്ര നേരം ഇടുന്ന വീഡിയോ ലെങ്ത് ഭയങ്കര കൂടുന്നു. അപ്പൊ യൂട്യൂബിൽ നമ്മ ഫുൾ കണ്ടന്റ് ഇന്ന് മുതൽ കറക്റ്റ് ഡെയിലി വ്ളോഗ് സലീമാ ഉള്ളിൽ തല കാണിക്ക്. മില്യൺ ആൾക്കാരെ കാണാനുള്ള തല കാണിച്ചോ അല്ലേ. ഇപ്പൊ സെലിബ്രിറ്റീന്റെ ഒക്കെ വന്നിരുന്നാ മതി. ഫുള്ള് ഭാവിയിലൊരു ചരിത്രം സൃഷ്ടിക്കാനുള്ള ഫുൾ വൈബ്, ഫുൾ മജ. എല്ലാരും കാത്തിരുന്ന ഫുള്ള് നമ്മള് ഫുള്ള് എത്താനേ ഗൈസ്. മംഗല്യത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമലയെടുത്തും കൊണ്ടതിൽ പകൻ പുതുമാരൻ ഇതാ വരുന്നേ, മാരൻ ഇതാ വരുന്നേ. ഉള്ളൊരു പെണ്ണാണ്, മുഞ്ചുള്ള മുഖമുള്ള സുഹറ. എനിക്കിനാവിലുള്ളൊരു പെണ്ണാണ്, കൺവശി കണ്ണുള്ള സുഹറ. തരിവളയിട്ട് കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്. എൻ കൽബിലുള്ളൊരു പെണ്ണാണ്, മുഞ്ചുള്ള മുഖമുള്ള സുഹറ. എനിക്കിനാവിലുള്ളൊരു പെണ്ണാണ്, കൺവശി കണ്ണുള്ള സുഹറ. തരിവളയിട്ട് കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്. പാട്ട് പാടാനല്ലോ, പാട്ട് എല്ലാ ടൈമിനും പാട്ട് എപ്പോഴും വൈബിലുണ്ടാവും. നല്ല ഫുൾ എനർജി മൂഡ് ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും. കഥയില്ല, നമുക്ക് ടെൻഷൻ ഫ്രീ ആവും. എല്ലായിലും രാത്രി ഇറങ്ങണോ, ചായ കുടിക്കാൻ പോണോ, കറങ്ങാൻ പോണോ, എല്ലാം നൈറ്റ് വൈബ് എടുക്കണോ, പകൽ വൈബ് എടുക്കണോ, മഴ വൈബ് എടുക്കണോ, എല്ലാ വൈബ് എടുക്കണം. ലോകത്ത് എന്തുണ്ട് എല്ലാം എടുക്കും. ലൈഫ് ആകെ ഒന്നുള്ള എല്ലാ എൻജോയ്മെന്റ് എടുക്കാം. ആരും പറയുന്നത് എന്ത് കേക്കണ്ട, ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യാം. മലയാള പാട്ടാ കൂടുതൽ ഇഷ്ടം, ഹിന്ദി പാട്ടാ പാടാൻ? ഓൾമോസ്റ്റ് എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടം. പാടാൻ കഴിയുന്ന പാട്ട് ഞാൻ പാടുന്നു. കന്നഡ പാട്ടായെങ്കിൽ, തെലുങ്ക് ഒരു കന്നഡ പാട്ട് ഹിന്ദി പാട്ടാണ്. ഹിന്ദി മലയാളം കുറച്ചോ ഇതായി പോയി. ഹിന്ദി എല്ലാം ട്രൈ ആക്കിയാ നമ്മളെ പ്രേമികൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന കുറെ ആളിപ്പോ വരും. എല്ലാ ലിങ്ക് കണ്ടിട്ട് ഇപ്പൊ എന്ത് കഥ. അപ്പൊ നമ്മ നിരാശപ്പെടുത്താൻ പാടില്ല. ഒറ്റ ഒരു പാട്ട് നീ ട്രൈ ആക്കി ഹിന്ദിയില്. മറ്റേ ഏത് പാട്ട്? നല്ല ഫിലിമിലത്തെ तुझसे बिना कब हो जाएंगे. तो फुल रिक्स എല്ലാം തെറ്റാണ്. നമ്മൾ ട്രൈ ആക്കിയതാണ്. റൗദാ ഷരീഫ് കാണാൻ നാദാ തുണയകനേ. നിന്റെ പാട്ടാ ഓടുത്തുറാ. വേറെ പാട്ട് നീ എങ്ങനത്തെ പാട്ട് വേണം പാടിക്കോ. ചമ്പകപ്പൂവിരൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. അതാണ് നീ വന്നു ഗസലാ. പാട്ടിന്റെ ഇത് അറിയാത്തത് കൊണ്ട് നമ്മൾ പാട്ട് നിർത്തിയിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയെന്ന് നമ്മൾ കരുതുന്നു. നമ്മളിതാ കേരള ബോർഡിലേക്ക് എത്താൻ ഏകദാനം നിമിഷങ്ങൾ മാത്രം. വയനാട് ഇപ്പോഴോ അടുത്ത് പിടിക്കും, ഒരു 25 കിലോമീറ്റർ മാത്രം. നമ്മളിപ്പോ ഇത്രയിലെത്തി, ഒരു ഫുൾ വൈബായിരിക്കും. ഇതാ കാനൂർക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഫുൾ വൈബ് റോഡ്, ഫുള്ള് കൊണ്ടുപോയി മാത്രം. ഫുള്ള് കാട്ടില് വന്നിട്ടല്ലോ. ആന ഇറങ്ങുന്നൊരു ഡൗട്ട് ഉണ്ട്, നല്ല ഡൗട്ട്. ആന ഇറങ്ങി അല്ല ഞാൻ ചോദിക്കുന്ന, ആന ഇറങ്ങിയെങ്കിൽ നമുക്ക് പിന്നെ സ്പീഡ്. ആന വന്ന് ഇങ്ങനെ പോയാണ്, സ്ട്രെയിറ്റ് പാഞ്ഞിട്ടുണ്ടാവും. ഇല്ല പുലിയില്ലേ, പുലി ഒന്ന് എന്താക്കും, പുലി അന്ന് നിന്നിട്ട് തിന്നല്ലേ, നിന്ന് അടിച്ച് പോവാ. ക്ലാസ്സിലേക്ക് തുള്ളൂറാ. നമുക്കൊരു ഐഡിയ ഉണ്ട്, അങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്റർ, ഇങ്ങോട്ടൊരു തീരി. പിന്നെ ചെപ്പുവിന്റെ ഡ്രൈവിങ്ങും പിന്നെ സയാസിന്റെ ഇടക്കിടക്കുള്ള തക്കും എല്ലാം കൂടിയിട്ട് ഫുൾ വൈബാണ്. ഫുൾ വൈബും ഫുൾ പവറുമാണ്. ഇനിയിപ്പം ഹോട്ടലിൽ എത്തിയിട്ട് ഒരു ഫുഡ് കഴിച്ചൊക്കെ ഫുൾ ഓൺ ആവും. അതന്നെ മുനബിയില്ല കൊറേ നേരം കളിപ്പിക്കുന്ന, ആടെ പോയിട്ട് തിന്ന, ഇവിടെ പോയിട്ട് തിന്നിട്ട്. മുനബി നീ ഒരു കാര്യത്തിൽ ഉറപ്പിക്കും. ഫുഡ് മേങ്ങി തരും. അതല്ല നീ, അത് പവർ തന്നെ. പേട ആടെ തുടങ്ങി ഏറ്റവും തെറ്റ് സാധനം എടുത്തിട്ടില്ല. കിശ പേടാവും അങ്ങനത്തെ തിന്നില്ല. അതല്ല രാത്രി പേടൊന്നാകെ തിന്നാ മതിയാ നീ ഒറ്റക്ക് തന്നെ. നിന്റെ എൻഗേജ്മെന്റിനല്ലേ പേട സെർമണി ആക്കാൻ നിശ്ചിട്ടുണ്ടായി, പിന്നെ നമുക്ക് മറന്നുപോയില്ല. അതന്നെ ടൈം നിന്റെ മംഗലത്തിനില്ല സീറ്റ്സ് എന്താ പറഞ്ഞാ പേട മാത്രം എല്ലാവർക്കും പേട ചെയ്യുന്ന ഫോട്ടോ. സ്പോൺസർ ചെപ്പു, ഞാനും നീ കൂടി സ്പോൺസർ ചെപ്പു. ഞാനും വരുന്ന എല്ലാവർക്കും, നീ എത്ര 1000 ആളെ വിളിക്കുന്നു, 1000 ആൾക്കുള്ള പേട നമ്മ കൊടുക്കും. നിന്റെ മംഗലത്തിന് സ്പോൺസർ പേട തന്നെ. പേട വേണമെങ്കിൽ ഡിസൈൻ എല്ലാം ആക്കാം. സെലീന്റെ ഫോട്ടോ, ഒരു പാക്കറ്റില് സെലീന്റെ ഫോട്ടോ വെച്ചിട്ട് അതിനുള്ള പേട. ഓക്കെ ചെപ്പു, വരും, നോ പ്രോബ്ലം. നിക്കില്ല പേടനോട് ഇഷ്ടം കൂടാനുള്ള കാരണം നീ പറ. മധുരം അതിലുള്ള മധുരം തന്നെ, വേറെന്തല്ല. അതിപ്പോഴും ഉണ്ട്. മെസ്സിന്റെ നടത്തം നോക്കോ. കല്ലെറിയുന്നുണ്ടാ, എന്തെല്ലോ ആക്കുന്നുണ്ട്. ഇല്ല കാണുന്നില്ല. എന്തിനാ ലോക്കൽ ഇതിനെ സമ്മതിച്ച ഐ അപ്രീഷിയേറ്റ്. നടന്ന് ഞാൻ സൈത്താണ്ട് നീ പേടിക്കും. നിന്റെ നടത്തം അങ്ങനെയാണ്, നിന്റെ നടത്തം മാത്രല്ല ബാക്കിയുള്ള ആള് പറയട്ടെ എന്ത് നടത്തും അങ്ങനെ. അത്ര സീറ്റ് ബെൽറ്റ് എല്ലാം ഇടണം, ഫ്രണ്ടിൽ ഇരിക്കുമ്പില്ല അറിഞ്ഞാ ശരി. നിന്റെ നടത്തം കുറച്ച് നീ സെറ്റ് ആക്കാണ്ട്, നീ പൂ കൊടുക്കാൻ നീ നടത്തം ഓർമ്മ പാടത് നമുക്ക് എന്താക്കാം. നീ ഫസ്റ്റ് ഏജിൽ നിനക്ക് പഠിപ്പിച്ചിട്ട് അല്ലെ സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ട് മോനെ ഇങ്ങനെ നമ്മളെ ഫസ്റ്റ് ഫുള്ള് പ്ലാൻ ആക്കണോ, ഡ്രസ് അടിക്കാവുമ്പോ നമ്മളെ കൊണ്ടുപോകാതെ നീ ഇങ്ങനെ അതിനോട് ഫ്ലോപ്പ് ആയില്ല. ചെപ്പുണ്ടായിന്, ഞാൻ ഉണ്ടായിന്, സയാസ് ഉണ്ടായിന്. ഇങ്ങനെ നമ്മളെ വ്ളോഗ് ഒരു മണിക്കൂറല്ല ആവും. ഇപ്പൊ എന്നെ 10 അപ്പൊ നാളെ കുറച്ച് ഷോട്ട് ബയ്യടാ, കുറച്ച് ഷോട്ട് ബയ്യായിട്ട് ഞാൻ ഇടും. അപ്പൊ വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ ജയിലാ ഇതേത് നാട്?
ഇതേത് ഗൈസ് നമ്മങ്ങനെ ബോർഡർ കഴിഞ്ഞ കേരളത്തിലേക്ക് എത്തി. ഇനി കേരളത്തിലുള്ള കഥ. നാട്ടിൽ വന്നിട്ട് കർണാടകയിലെ കൂടിയിട്ട് ഇപ്പൊ കേരളത്തിലേക്ക് എത്തി. വയനാട്ടിലേക്ക് ഇപ്പൊ 63 കിലോമീറ്റർ ഉണ്ടല്ലോ ചെക്കന്റെ പരക്ക്. വയനാട് കഴിഞ്ഞ് മാനന്തവാടി കഴിഞ്ഞിട്ട് അടുത്ത് പോകണ്ട ഒരു 40 കിലോമീറ്റർ. ഒരു 11-10 റീച്ച് ആവില്ല കാണിക്കുന്നത്. എന്തായാലും ഒരു 10:45 എത്തല്ലോ. ഫുൾ സെറ്റ് ആണ് ഗൈസ്. 11:45 എത്തുമെന്ന് അറിയാലോ. 11:15 ഫുഡെല്ലാം കഴിച്ചിട്ട് എത്തുമ്പോ എന്തായാലും ഒരു 12 മണിക്കുള്ളിൽ എത്തും. കാര്യമായ റോഡ് ഫുൾ റോഡിലെ പോകുന്നുണ്ടമ്മോ. കേരളത്തിൽ മാത്രം ഫോറസ്റ്റിനുള്ളായിരുന്നു. ഇപ്പൊ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ആനനെ കണ്ടിട്ട് മാത്രം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയ ആനയായി പെട്ടെന്ന് കണ്ടത്. നമുക്ക് അറിഞ്ഞിട്ടില്ല. നമ്മ സൈഡിലുള്ള ഒരു പാസ്സായിന് ഈ വാർന്ന ആന. കാര്യമായ റോഡ് ഇതല്ലോ. രാവിലെ അടിപൊളിയായിരിക്കും പോവാൻ. ഈവനിങ് രാവിലെ എല്ലാം നൈറ്റ് ആയിപ്പോയി. അല്ല സായസം ഒരു ഉച്ചാകുമ്പോട്ടിനെങ്കിൽ ഇപ്പൊ നമുക്ക് വൈകുന്നേരം ഇത് കിട്ടിട്ട് നമുക്ക്. പിന്നെ നമുക്ക് ചെപ്പൂന് കുറച്ച് പരിപാടി ഉണ്ടായതുകൊണ്ട് ലേറ്റ് ആയി. ഇന്നലെ പ്ലാൻ ആക്കിയത് ഇന്ന് വന്നു. ആ ടൈമിനാണ് നമ്മ ഇത് പ്ലാൻ ആക്കിയത്. വണ്ടിയിൽ ഫോറസ്റ്റിൽ കഴിഞ്ഞാൻ തോന്നുന്നു. വണ്ടിയിൽ പാർക്കാക്കിട്ടെല്ലാം ഉണ്ട്. ഇത് വണ്ടി ബാക്കിയായത് ആനൊന്നും കുത്തിട്ടിട്ട് പോകുന്നു. മറിച്ചിട്ടിട്ട് പോകും. ഫുൾ വൈബ് തന്നെ ഗൈസ്. നല്ല രസമുണ്ട് ഇപ്പൊ പോവാന്. പകലും അടിപൊളി കട്ടി. ആനയുടെ ചെപ്പ് പേടിച്ചില്ല. ചെപ്പ് പെട്ടെന്ന് കണ്ടത് ഷോക്കായി പോയിപ്പോ. മന്തിയൊക്കെ കളിച്ചു ഹോട്ടലിലൊക്കെ സ്പൈസി ഹോട്ടലിലൊക്കെ എത്തി. ബട്ട് മന്തി ഇല്ല. അൽഫാമിലേക്ക് ഫുൾ ബേജാറിലുണ്ടല്ലോ. സയസൻ എന്താക്കും മന്തി ഇല്ലേ? അങ്ങനെ അമ്മോ എത്താനായി. സീനിട്ടത് പുതിയ ഉദവിയല്ല. സയാസ് പേരിട്ട് ചിന്നുന്റെ അടുത്തൊക്കെ എത്താനായി അമ്മ. ഇനി വെറും ഏതാനും നിമിഷങ്ങൾ മാത്രം. ബാക്കി സീൻ അവിടെ എത്തിയിട്ട് ചിലപ്പോ ചിന്നുന്റെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ചെപ്പ് കൊടുക്കുന്നല്ല. ചെപ്പ് ചിന്നുന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഗൈസ്. ചെക്കനെ ചാടിക്കുന്നുണ്ട്. നമ്മളെ ചെക്കൻ്റെ അടുത്തൊക്കെ എത്തി. ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ചെക്കനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. ചിന്നുക്ക് ഒരു ഗിഫ്റ്റ് ചെപ്പ് തരാല്ലേ? ചെപ്പിന്റെ അകത്ത് പോയി അഞ്ചും ചെപ്പും കൂടിയിട്ടില്ല കൊടുക്കുന്ന ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന്. ഞാൻ കൊടുക്കുന്നു. ഞാനങ്ങനെ തരികയാണ് ഗൈസ്. കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അത് റൂം നോക്കാൻ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഡേ 1 വയനാട് നാളെ. ഓക്കെ സൂൺ. ഹലോ ഗൈസ്. അപ്പൊ നമ്മ ഫുൾ ടയേർഡ്. നമ്മ നാട്ടിൽ നിന്ന് വന്നിട്ട് എന്ത് പറയുന്നു മുനബി? ഫുൾ ടയേർഡ്. ബാക്കി നാളെ വീട് വേറെ വരും. ഇതിപ്പം വീട് വൈൻഡപ്പ് ആക്കും. ഫുള്ള് റൂമിൽ ഫുള്ള് വൈബാക്കി. ഫുള്ള് മുംബൈ തോറ്റേന്റെ ക്ഷീണമെല്ലാം തീർത്ത് ക്ഷീണം കഴിഞ്ഞിട്ട് വരുന്നു തീർത്തേന്റെ മുംബൈ തോറ്റേന്റെ. അപ്പൊ
അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എപ്പിസോഡ് 3 ഉണ്ടാവേ. ഇത് ഇന്നത്തെ 2 ഉണ്ട് 3 ഉണ്ട് ഫുള്ള് വൈബ്. പെരുന്നാള് വ്ളോഗ് വയനാട് വേറെ സ്ഥലത്തേക്ക് സർപ്രൈസ് കമന്റ് ഇട്ടോ എല്ലാം ഇതായിരിക്കും. നല്ല സ്ഥലം ഫിക്സ് ആക്കിയല്ല നിങ്ങൾക്ക് നല്ല അത് കമന്റ് പോയിരിക്കും. ലാസ്റ്റോളം വ്ളോഗ് വെക്കുന്നില്ല, ആകെ കുറച്ചാളുണ്ടാവും, ഒരു 2-3 ആളുണ്ടാവും. ഒരു കമന്റ് ഇട്ടോ ഫിക്സ്. എന്താ പറയുന്നത്? യെസ്. അപ്പൊ അടുത്തിടെ കാണാം.